Hi all, welcome back to another video from Earnest Academy. So നിങ്ങളുടെ KCB ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിലേക്കുള്ള എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ വളരെ ഇൻറ്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ് അറിയാം. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ ഷോർട്ട് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോസ് കാണുക, മിസ് ചെയ്ത് ഈ സീക്വൻസ് മിസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സീക്വൻസിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC മെഷീൻസിന്റെ EMF ഇക്വേഷനെ ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which rule is used to find the direction of induced EMF in DC generator? ഇപ്പോൾ DC ജനറേറ്ററിൽ EMF-ന്റെ ഡയറക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റൂൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ EMF ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കുന്നതാണ് എന്ത് ഈ റൂൾ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉള്ള റൂള്. അപ്പോൾ ജനറേറ്ററിനും മോട്ടറിനും രണ്ട് റൂളാണ് വരുന്നത്. ഒരേ പേരിൽ തന്നെയുള്ള രണ്ട് റൂള് നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സോ ഇതിന്റെ ആൻസർ നമുക്ക് ആദ്യം നോക്കാം. എന്താണ്, ഏതായിരിക്കും ആൻസർ വരുന്നത്? കോർക്ക് സ്ക്രൂ റൂൾ ഉണ്ട്, ദെൻ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ജനറേറ്ററിന്റെ കേസിൽ. ഓക്കെ, ജനറേറ്റർ എന്ന് ചോദിച്ചാൽ ജനറേറ്ററിന് ചോദിച്ചാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും, ഇനി മോട്ടോറിനാണ് ചോദിക്കുന്നതെങ്കിൽ മോട്ടോറിനാണെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. മോട്ടറിന്റെ കേസിലാണെങ്കിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഏതാണ്? നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും, ജനറേറ്ററിന്റെ കേസിലാണെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളുമാണ് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, മിഡിൽ ഫിംഗർ പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ്. മിഡിൽ ഫിംഗർ എന്തിന്റെ ഡയറക്ഷനാണ് പോയിന്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ ഫിംഗർ ആയിട്ട് നോക്കേണ്ടതുണ്ട്. നമ്മുടെ തമ്പ്, ഇവിടെ നമ്മുടെ ഹാൻഡില് നമ്മൾ തമ്പ്, ദെൻ ഫോർ ഫിംഗർ, ദെൻ മിഡിൽ ഫിംഗർ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ? ഈ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക, ഓരോന്നിനും ഡയറക്ഷൻ. ഇത് ഓരോന്നും എന്തിനെയൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ ഇവിടെ പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്തിനെയാണ്, ഏത് ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഫോർ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? EMF ഫോർ കറണ്ട്. EMF ഫോർ കറണ്ട് ഏതാ? മിഡിൽ ഫിംഗർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ കണ്ടക്ടറിലേക്കാണോ കണ്ടക്ടറിന് പുറത്തേക്കാണോ? ഓക്കെ, ഇൻ ഓർ ഔട്ട് എന്നുള്ള കറണ്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ EMF-ന്റെ ഡയറക്ഷൻ ഏതാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മിഡിൽ ഫിംഗർ ആണ്. ദെൻ നെക്സ്റ്റ് വന്ന് മോഷൻ ഓഫ് കണ്ടക്ടർ. എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മോഷൻ ഓഫ് കണ്ടക്ടർ ഏതാ? തമ്പാണ്. ദെൻ ഫോർ ഫിംഗർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് ഫ്ലക്സിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത് മൂന്നും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയാലും റൈറ്റ് ഹാൻഡ് റൂൾ ആയാലും സെയിം ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിനും റൈറ്റ് ഹാൻഡിനും എന്താണ്, ഇത് സെയിം ആണ്. തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും സെയിം കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, മിഡിൽ ഫിംഗർ പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ്. മിഡിൽ ഫിംഗർ എന്തിനാ പോയിന്റ് ചെയ്യുന്നത്? ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അപ്പോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ ഒരു എൻറ്റയർ അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ എന്താണ്, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കിട്ടും. റൈറ്റ്, അപ്പൊ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്തതിലേക്ക് പോവാം. when a conductor is moved to south direction in a magnetic field which is direct upward, then the direction of current in the conductor will be. ഇത് കുറച്ചൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതും അതേ നമ്മുടെ IT ലെവലിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ കുറച്ചൊന്ന് കോൺസെപ്റ്റ്സിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. when a conductor is moved to south direction, അപ്പൊ നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ നമുക്ക് ഈസി ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മിസ്റ്റേക്ക് ഉണ്ടാക്കും കേട്ടോ.
So when a conductor is moved to south direction, conductor south direction move ചെയ്യുമ്പോൾ in a magnetic field which is directed upward, magnetic field upward ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്, then the direction of current in the conductor will be. അപ്പൊ നമുക്കറിയാം ഇത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത മൂന്ന് കാര്യങ്ങളും പരസ്പരം ലംബങ്ങളാണ്, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് മൂന്ന് കാര്യങ്ങളും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പും എടുക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ കണ്ടക്ടർ മൂവ്സ് ടു സൗത്ത്. അപ്പൊ നമുക്ക് സൗത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സണ്ണിനെ നേരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റുക, നമ്മുടെ റൈറ്റ് സൈഡ് ഈസ്റ്റ് ആണ് അല്ലെ, റൈറ്റ് സൈഡ് ഈസ്റ്റ് ആണ്. വലത്തേക്ക് നമ്മൾ സൂര്യന്റെ നേരെ നോക്കി നിൽക്കുകയാണെങ്കിൽ, സൂര്യന്റെ നേരെ നോക്കി നിന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുക, നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് സൈഡ് ഈസ്റ്റ് ആണ്. റൈറ്റ് ഈസ്റ്റ് ആണ്. ഈ ഒരു ഇത് നമുക്ക് എടുത്താല് നമ്മൾ മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം. റൈറ്റ് സൈഡ് ഈസ്റ്റ്, ദെൻ ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് അല്ലെ. ഇനി മേളിലേക്ക് എന്താ വരിക, മേളിലേക്ക് നോർത്ത്, താഴെ സൗത്ത്, മേളിലേക്ക് നോർത്ത്, താഴെ സൗത്ത്. പക്ഷെ ഇവിടെ ഒരു വിഷയം നമ്മളിങ്ങനെ നോർത്ത് സൗത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂവ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ടു സൗത്ത് ഡയറക്ഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്. അപ്വേർഡ് എന്ന് പറയുന്ന ഡയറക്ഷൻ നമ്മൾ എങ്ങോട്ട് എടുക്കും, നോർത്ത് മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്വേർഡ് നമ്മൾ മേളിലേക്ക് എടുത്താൽ മൊത്തം ക്വസ്റ്റ്യൻ തെറ്റും. അതിന് പകരം നമ്മൾ ഇത് അപ്വേർഡ്, അതായത് മേളിലേക്ക് അപ്വേർഡ് ഇത് എടുക്കുന്നു. അപ്പൊ ഇത് ഡൗൺ ആണ്. ഓക്കെ, ഇത് ഡൗൺവേർഡ് ആണ്, താഴേക്കാണ്. അപ്പൊ ഇനി ഇത് നോക്കിയാൽ ഈസ്റ്റ് വെസ്റ്റ്, അപ്പോ ഇനി എന്ത് വേണം, നോർത്തും സൗത്തും വേണം. നോർത്തും സൗത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ എടുത്തൂടെ, ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇങ്ങോട്ടും എടുക്കാം. അപ്പൊ മൂന്ന് പെർപെൻഡിക്കുലേഴ്സ് ആയി. ഓക്കെ, പെർപെൻഡിക്കുലേഴ്സ് ആയി. സോ ഇതെന്തായി, അപ്പൊ ഇത് നോർത്തായി, ഇത് സൗത്ത് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഈസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ്റ്റ്, വലത് ഈസ്റ്റ്, കിഴക്ക്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്, ഇടതുവശം പടിഞ്ഞാറ്, നോർത്ത് മുന്നിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് നോർത്തും പിന്നിലേക്ക് സൗത്തും എന്നുള്ള കോൺസെപ്റ്റ്. മുകളിലേക്കും താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് തിരിച്ചു. വലത്തോട്ട് എന്തായി ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ് പടിഞ്ഞാറ്, മുന്നിലേക്ക് നോർത്ത്, പിന്നിലേക്ക് സൗത്ത് എന്നുള്ള ഡയറക്ഷൻ എടുക്കുന്നു. ഇനി മുകളിലേക്കാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്, അപ്വേർഡ് ഡൗൺവേർഡ് ഒരു ഡയറക്ഷനോട് ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നത് കേട്ടോ. അയ്യോ, പിന്നെ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ടു സൗത്ത് ഡയറക്ഷൻ. കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് സൗത്ത് ഡയറക്ഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്തെന്താ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്. ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഇൻ ദ കണ്ടക്ടറിലെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്. അപ്പൊ നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുക, മൂന്ന് വിരലും, മിഡിൽ ഫിംഗറും ഫോർ ഫിംഗറും തമ്പും, ഓക്കെ, പെരുവിരലും ചൂണ്ടുവിരലും നടുവിരലും എന്ത് ചെയ്യുക, പരസ്പരം ലംബമായിട്ട് പിടിച്ചിട്ട് ഈ ഡയറക്ഷനിൽ നോക്കുക. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ വരുന്നത്, കറണ്ട് ഡയറക്ഷൻ ആണ് മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത്. ഇനി അപ്വേർഡ് എന്താ കാണിക്കുന്നത്, മേളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡാ. അപ്പൊ നമ്മുടെ ചൂണ്ടുവിരൽ മേളിലേക്ക് നിങ്ങൾ പ്ലേസ് ചെയ്യുക. കണ്ടക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, സൗത്ത് അല്ലെ, സൗത്ത്. അപ്പൊ നിങ്ങളുടെ നേരേക്ക് എന്ത് ചെയ്യുക, അതിനെ പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ നേരേക്ക് പെരുവിരല്, ഓക്കെ, നിങ്ങളുടെ പെരുവിരല് നിങ്ങളുടെ നേരേക്ക്, അത് നിങ്ങളുടെ തമ്പ് നിങ്ങളുടെ നേരേക്ക്, ചൂണ്ടുവിരല് മേളിലേക്ക് അപ്വേർഡ്, അതായത് ചൂണ്ടുവിരൽ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഇങ്ങോട്ടായിരിക്കും, നിങ്ങളുടെ ഇടതുവശത്തേക്കായിരിക്കില്ലേ അല്ലെ, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഇടതുവശത്തേക്കായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ, കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ EMFന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, ടുവേർഡ്സ് ലെഫ്റ്റ്. ഇവിടെ എന്താ വരുന്നത്, വെസ്റ്റ്. ഓക്കെ, ടുവേർഡ്സ് വെസ്റ്റ്. കേട്ടോ, അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. റൈറ്റ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a DC generator, the magnitude of induced EMF is directly proportional to. DC generator magnitude of induced EMF എന്തിനാണ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ equation of EMF നമുക്ക് എഴുതിയാലോ, എന്താ, phi T N Z divided by 60A. എന്താ ഈ phi എന്ന് പറയുന്നത്,
ഫ്ലക്സ് പെർ പോൾ ആണ്. ഫ്ലക്സ് പെർ പോൾ. പി എന്ന് പറയുന്നത് എന്താ? പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾ ആണ്, നമ്പർ ഓഫ് പോൾസ്. ഇനി എൻ എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ആണ്, സ്പീഡ്. സ്പീഡിന് ആർ പി എം ആണ്, ശ്രദ്ധിച്ചോണം കേട്ടോ, സ്പീഡിന് ആർ പി എം. ഇത് എന്താ? ഫ്ലക്സ് വെബർ പെർ പോൾ ആണ് കേട്ടോ. ദെൻ ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്, പാരലൽ പാത്ത്. അപ്പൊ നമുക്കറിയാം എയുടെ കേസിൽ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. എന്തിന്? വേവ് വൈൻഡിങ്ങിന്. എ എന്നുള്ളത് പി ആയിരിക്കും ഏതില്? ലാപ്പ് വൈൻഡിങ്ങിന്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്പർ ഓഫ് പോൾസ് ഒരു മെഷീൻ ഉണ്ടാക്കുമ്പോൾ അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് പോൾസ് ഫിക്സ്ഡ് ആണ്. സോ ഈ വരുന്നത് ഈ നമ്പർ ഓഫ് പോൾസ് എന്താണ്? നമ്പർ ഓഫ് പോൾസ് ഫിക്സ്ഡ്. ഇനി നമ്പർ ഓഫ് കണ്ടക്ടേഴ്സും ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്പർ ഓഫ് പാരൽ പാത്ത് എന്തായിരിക്കും? കോമ്പിനേഷൻ എടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യുക? അത് ഫിക്സ്ഡ് ആണ്. ഒന്നുകിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ പി, അതും ഫിക്സ്ഡ് ആണ്. 60 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പൊ എന്തിനാ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് എഴുതാൻ പറ്റും, ഇ എം എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു പി ഫിക്സ്ഡ് ആണ്, ഇസഡ് ഫിക്സ്ഡ് ആണ്, 60യും എ ഒക്കെ ഫിക്സ്ഡ്. അപ്പോൾ എന്ത് വരും? ഫ്ലക്സ് ഇൻറ്റു എൻ, സ്പീഡ്. ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു എൻ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതുപോലെ തന്നെ ഫ്ലക്സും പി ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പോൾസിന്റെ എണ്ണം മാറുന്നത് ഇവിടെ വിഷയമാണ്. പോൾസിന്റെ എണ്ണം മാറുന്നത് നമുക്ക് വിഷയമാണ്. അപ്പോൾ ഫ്ലക്സ് വരുന്നുണ്ട്, ദെൻ സ്പീഡ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ വരിക? ആൻസർ പ്രൊഡക്റ്റ് ഓഫ് ഫ്ലക്സ് പെർ പോൾ ആൻഡ് സ്പീഡ്. പ്രൊഡക്റ്റ് ഓഫ് ഫ്ലക്സ് പെർ പോൾ ആൻഡ് സ്പീഡ്. ഇതെല്ലാം പ്രൊപ്പോർഷണൽ ആണെങ്കിലും ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? പിയും ഇസഡും 60 എയും കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഫൈയും എന്നും ആണ് വേരി ആവുക. ഫൈയും എന്നും, അതായത് ഫ്ലക്സ് പെർ പോളും സ്പീഡും ആണ് വേരി ആവുന്നത്. സോ ഫ്ലക്സ് പെർ പോളിന്റെയും സ്പീഡിന്റെയും പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആണ്. റൈറ്റ്. Fifth question, which of the following factors does not directly affect the generated EMF? ജനറേറ്റഡ് EMF-നെ നേരിട്ട് ബാധിക്കാത്ത ഫോം ഏതാണ് എന്നുള്ളതാണ്, ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് നോക്കി ഡീറ്റെയിൽ ആയിട്ട് ജനറേറ്റഡ് EMF-ന്റെ ഇക്വേഷൻ നോക്കിയായിരുന്നു. 5PN(Z) ഡിവൈഡ് ബൈ 60A. 5PN(Z) ഡിവൈഡ് ബൈ 60A. അതില് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരുന്നു അല്ലെ? എൻ എന്ന് പറയുന്ന സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് പെർ പോള് ഫൈ ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ ഇസഡ് ഉണ്ടായിരുന്നു. ആർമേച്ചർ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു അല്ലെ? ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ ഉണ്ടായിരുന്നോ? ഇല്ല. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഡയറക്ട്ലി അഫക്ട് ദി ജനറേറ്റഡ് EMF ഈസ് armature resistance RA. Okay, right. Next question. A 4-pole lap-wound DC machine has 462 conductors in the armature. The average flux per pole is 0.02 Weber. Determine the induced armature voltage when the armature rotates at 1000 RPM. അതായത് 4 പോളുള്ള ലാപ്പ് വൗണ്ട് ചെയ്ത DC മെഷീനിന് 462 കണ്ടക്ടേഴ്സ് ഉണ്ട്. ആർമേച്ചറിൽ 462 കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ആവറേജ് ഫ്ലക്സ്, ഒരു ആവറേജ് ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് 0.02 വെബർ ആണ്. ഡിറ്റർമൈൻ ദി ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ വോൾട്ടേജ്. നമുക്ക് EMF കണ്ടുപിടിക്കണം. EMF ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ വോൾട്ടേജ് EMF ആണ്. വെൻ ദി ആർമേച്ചർ റൊട്ടേറ്റ്സ് അറ്റ് 1000 RPM. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതാൻ പറ്റും. ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് നമുക്കറിയാം. ഇക്വേഷൻ എന്താ? E = 5PNZ ഡിവൈഡഡ് ബൈ 60A എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് എഴുതുക. എന്താ? ഫൈ നമുക്ക് തന്നിട്ടുണ്ട് 0.02. ഇനി നമ്പർ ഓഫ് പോൾസ് P എന്ന് പറയുന്നത് 4 ആണ്. ഇനി N സ്പീഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 1000 തന്നിട്ടുണ്ട്, 1000. ഇനി നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z എന്ന് പറയുന്നത് എന്താ വരിക? Z 462 തന്നിട്ടുണ്ട്. ഓക്കെ, 5PNZ ആയി. ഇനി 60 ഓൾറെഡി ഉണ്ട്. അടുത്തിന് A എന്ന് പറയുന്നത് ഇവിടെ എന്ത് വൗണ്ടാ പറയുന്നത്? ലാപ്പ് വൗണ്ട് DC മെഷീനാ പറയുന്നത്. അപ്പോൾ A = P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഫൈ എന്ന് പറയുന്നത് 0.02 ഇൻറ്റു P എന്ന് പറയുന്നത് 4 ഇൻറ്റു N 1000 ഇൻറ്റു Z എന്ന് പറയുന്നത് 462 ഡിവൈഡഡ് ബൈ 60
ഇൻറ്റു 4. ഇനി എന്ത് ചെയ്യുക? ക്യാൻസൽ ഔട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. സോ 4 4 നമുക്ക് വെട്ടിക്കളയാലോ. 4 4 കളയാം. അതുപോലെ തന്നെ 0 ഇവിടുത്തെ ഒരു 0 കളയാം. അപ്പൊ ഇവിടെ എന്തായി? ഇനി അടുത്ത് 6 ഉണ്ടല്ലേ? 6 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 46 462/6 എന്ത് ചെയ്യാം? 462/6. അപ്പൊ 6 ഉണ്ട്. 46 എത്ര പ്രാവശ്യം 6 ഉണ്ട്? 7 പ്രാവശ്യം അല്ലേ? 7 6 42. നമുക്കറിയാം 7 6 42 42. ഇനി ബാക്കി 46 42 പോയാൽ വീണ്ടും 4 ബാക്കിയുള്ളത്. അപ്പൊ ഇതെന്തായി? വീണ്ടും 42 വരിക. 42 വരും. അപ്പൊ വീണ്ടും 7. അപ്പൊ 77. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 77 എന്ന് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ബാക്കി എത്രയാ വരുന്നത്? 0.02 ഇൻറ്റു 100 ഇൻറ്റു 77. അപ്പോ 0.02 ഇൻറ്റു 100 എന്ത് വരും? 2 ഇൻറ്റു 100 200. 200 കഴിഞ്ഞിട്ട് 2 സ്ഥാനം മാറ്റി കുത്തണം അല്ലേ? ഇവിടെ 2 പോയിന്റ് അല്ലേ ഉള്ളത്. അപ്പൊ 2 ഇൻറ്റു 100 200 കഴിഞ്ഞിട്ട് 2 ദശാംശ സ്ഥാനം ഡെസിമൽ പോയിന്റ്സ് 2 മാറ്റി കുത്തുമ്പോൾ എന്ത് വരും? 2 2 ഇൻറ്റു 77. 2 ഇൻറ്റു 77 എത്രയാ? 154. 154 വോൾട്ട് ആണ് ആൻസർ കേട്ടോ. 154. അപ്പൊ കണക്കുകളൊക്കെ ചെയ്യാൻ പഠിച്ചിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതുപോലെ എല്ലാ വാല്യൂം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ കേട്ടോ. റൈറ്റ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ a given DC generator, which of the following is a constructional constant? Constructional constant ഈ തന്നിരിക്കുന്നതിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? നമ്മൾ വീണ്ടും എഴുതുന്നു ഇക്വേഷൻ 5pnz ഡിവൈഡഡ് ബൈ 60a എന്തൊക്കെയാ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറഞ്ഞേ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് പി കോൺസ്റ്റന്റ് ആണ്, ഇസഡ് കോൺസ്റ്റന്റ് ആണ്, 60 എയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എന്താ വേരിയബിൾ ആയിട്ടുള്ള? ഫ്ലക്സും വേറെ സ്പീഡും, ഇത്രയും വേരിയബിൾ ആണ്. അപ്പോൾ ഫോർ എ ഗിവൺ DC generator, which of the following is a constructional constant? എന്താ കൺസ്ട്രക്ഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണോ? അല്ല, സ്പീഡ് വേരിയബിൾ ആണ് അല്ലെ? ഫ്ലക്സും വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എഴുതിയത് എന്താണ്? E ഈസ് പ്രൊപ്പോർഷണൽ ടു പൈ ഇൻറ്റു n. ഓക്കെ, ഇനി ആർമേച്ചർ കറണ്ടോ? അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് അപ്പൊ എന്താ ഇത് ഇവിടെ കോൺസ്റ്റന്റ് ഏതാ? നമുക്ക് കൺസ്ട്രക്ഷൻ കോൺസ്റ്റന്റ് നമ്പർ ഓഫ് പോൾസ് P ഉണ്ട്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z ഉണ്ട്, നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് എന്ത്? നമ്പർ ഓഫ് പോൾസ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? നമ്പർ ഓഫ് പോൾസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. Then question number 8. The EMF generated in a DC generator depends on. DC generatorൽ ഉണ്ടായിട്ടുള്ള EMF എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓക്കെ, അപ്പൊ അതും EMF ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. EMF ഇക്വേഷൻ അതേ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറിയാന്നുള്ള. =5pnz ഡിവൈഡ് ബൈ 60a. എന്തെങ്കിലും ഡൗട്ട് വന്ന ഉടനെ ഒന്ന് എഴുതി ഒന്ന് നോക്കുക കേട്ടോ. എഴുതി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. സോ സ്പീഡ് ഓഫ് റൊട്ടേഷൻ EMF the EMF generated in a DC generator depends on എന്തിനെയൊക്കെ? സ്പീഡ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ആർമേച്ചർ, ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്, ഫ്ലക്സ് പെർ പോളും കറക്റ്റ് ആണ്. അതായത് നമുക്ക് ഫൈനൽ ആൻസർ എന്താ? ഓൾ ഓഫ് ദി എബോ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് വരായിരിക്കും, ഞാൻ ബാക്കിയുള്ളതൊന്ന് വായിച്ചു തരാം. ഓക്കെ, നമ്മുടെ ആൻസർ എന്താ? എല്ലാം വരും. സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതും വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി എബോ ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. Okay, then question number 9. What is the EMF in 6-pole lap-wound armature having 18 slot, 2 conductors per slot, shaft rotating at 100 rpm, flux per pole is 0.1 Weber? നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നോക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ഇതിന്റെ സൊല്യൂഷൻ പാർട്ട് കാണുക കേട്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് ഇതൊന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. തന്നിട്ടുള്ള എന്താണ്? 6 പോൾസ്. സോ പി നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 6 ആണ്. ലാപ്പ് വൗണ്ട് ആർമേച്ചർ, അതായത് എ എന്ന് പറയുന്നത് എന്താണ്? പിക്ക് ഈക്വൽ ആണ്, 6 ആണ്. ലാപ്പ് വൗണ്ടിൽ A = P ആണ്. ആർമേച്ചർ ഹാവിംഗ് 18 സ്ലോട്ട്സ്, 2 കണ്ടക്ടർ പെർ സ്ലോട്ട്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് കണ്ടക്ടർ Z എന്ന് പറയുന്നത് എന്ത് വരും? ഒരു സ്ലോട്ടില് നോക്കൂ 18 സ്ലോട്ട് ഉണ്ട്, അതില് ഒരു സ്ലോട്ടില് 2 കണ്ടക്ടർ, 2 കണ്ടക്ടർ പെർ സ്ലോട്ട് ആണ്. 2 കണ്ടക്ടർ പെർ സ്ലോട്ട്. അപ്പൊ ഒരു സ്ലോട്ടിൽ 2 കണ്ടക്ടർ, അങ്ങനെ എത്ര സ്ലോട്ട് ഉണ്ട്? 18. അപ്പൊ നമുക്കറിയാം മൊത്തം എത്ര കണ്ടക്ടർ ഉണ്ടാവും? ഒരു സ്ലോട്ടിൽ 2 കണ്ടക്ടർ വെച്ച് 18 സ്ലോട്ട്, അതായത് 2 × 18 = 36 കണ്ടക്ടേഴ്സ് ഉണ്ടാവും. 36 കണ്ടക്ടർ. ഇനി സ്പീഡ് എന്താ? സ്പീഡ്
100 100 സ്പീഡ് വരുന്നത്. ഫ്ലക്സ് പെർ പോൾ 0.1 വെബർ ആണ്. ഫൈ എന്ന് പറയുന്നത് 0.1 വെബർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതാം. E ഈക്വൽ ടു 5PNZ ഡിവൈഡഡ് ബൈ 60A ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതിൽ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈ എന്ന് പറയുന്നത് 0.1 ആണ്, ഇൻറ്റു പി എന്ന് പറയുന്നത് 6 ആണ്, എൻ എന്ന് പറയുന്നത് എന്താണ് 100 ആണ്, ഇസഡ് എന്ന് പറയുന്നത് 36 ആണ് 36 ആണ്, ഡിവൈഡഡ് ബൈ 60A 60 ഇൻറ്റു എ എന്ന് പറയുന്നത് വീണ്ടും 6 ആണ്. സോ ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. 6ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. ഇനി 0വും ഈ 0വും ഒന്ന് ക്യാൻസൽ ചെയ്യാം. ഇനി 6 36ൽ എത്ര പ്രാവശ്യം പോകും? 6. ഇനി എന്താണ് ബാക്കി നമുക്കുള്ളത്? 0.1 ഇൻറ്റു 10 ഇൻറ്റു 6. അപ്പൊ എന്ത് കിട്ടും? 0.1 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1 ഈക്വൽ ആണ്. 1 ഇൻറ്റു 6 വോൾട്ട്. നമ്മുടെ ആൻസർ 6 വോൾട്ട് ആണ്. ഓക്കെ, റൈറ്റ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ ഈ ഒരു സീക്വൻസിൽ, ഈ ഒരു സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ സ്പീഡ് ഓഫ് DC generator is doubled, the induced EMF will be. അപ്പോൾ നമുക്ക് DC ജനറേറ്ററിന്റെ സ്പീഡ് കൂട്ടിയാൽ ഇൻഡ്യൂസ്ഡ് EMF എന്താവും എന്നുള്ള കേസാണ്. അപ്പൊ നമുക്കറിയാം EMF എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനലാ? ഫ്ലക്സിനും സ്പീഡിനും പ്രൊപ്പോർഷനാണ്. അതായത് EMF നമുക്ക് പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. EMF പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. ആ സ്പീഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീഡ് 2 ടൈംസ് ആക്കുന്നു, ഡബിൾ ആക്കുന്നു. അപ്പോ ഈ എന്തായിട്ട് മാറും? 2n ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ 2n ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വേണം? 2 വരണം അല്ലെ? അപ്പൊ ഇവിടെ സ്പീഡ് കൂടിയാൽ EMF-ഉം കൂടും. അപ്പൊ സ്പീഡ് 2 മടങ്ങായാൽ EMF എന്താവും? 2 മടങ്ങാവും. അതായത് ഇറ്റ് ബിക്കംസ് ഡബിൾ. കേട്ടോ? അപ്പൊ ഇത്രയാണെന്ത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും EMF ഇക്വേഷൻ ബേസ് ചെയ്ത് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരൊറ്റ ഇക്വേഷൻ ഈ ഈക്വൽ ടു 5PNZ ഡിവൈഡ് ബൈ 60A എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഇക്വേഷൻ ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ ഡയറക്ഷൻ ഓഫ് EMF-ന്റെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും അത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായി നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി ഓൾറെഡി ഒരു 85 ഡേയ്സിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ഒന്ന് ആക്സലറേറ്റ് ചെയ്യണം, സ്പീഡ് ഒന്ന് കൂട്ടാനായിട്ടും ഒന്ന് ആക്യുറസി കൂട്ടാനായിട്ടും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പഠിത്തത്തിന്റെ ഒപ്പം എന്ത് ചെയ്യുക, പഠിത്തം എന്ന് പറയുന്ന തിയറിയും ക്വസ്റ്റ്യൻസും കൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഈ 85 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു എവരിവൺ. താങ്ക് യു. ഹലോ സാർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു മീറ്റിൽ തന്നെ നമുക്ക് അടുത്തത് എടുക്കാം. ഇതിന്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനപ്പോൾ റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ട് പറയാം ഒരു മിനിറ്റ്.